ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് മെൻസ്ട്രേഷൻ പീരിയഡ്, അതായത് മാസക്കുളി. അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് ഒരു 3 ഡേയ്സ് 5 ഡേയ്സ് 7 ഡേയ്സ് ബ്ലീഡിങ് ആകുമ്പം കുറേ പെൺകുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകുന്നത് അല്ലേ. വയറുവേദന, ഛർദിൽ, കാല് നടുവേദന, അങ്ങനെ കുറേ തലവേദന, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരലുണ്ട്. ഒരു ഐ തിങ്ക് 60% ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കുറേ ആൾക്കാർ ഇതിനെ നോർമലെന്ന് കരുതുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ, ഒരു ദിവസം സ്കിപ്പ് ചെയ്യാം, സ്കൂൾ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിക്ക് പോകണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്. അത് ട്രീറ്റബിൾ ആണ്. ആയുർവേദത്തിൽ നല്ല രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ശരിക്കും 2 രീതിയിലുള്ള ഡിസ്മിനോറിയ എന്ന് പറയും ഇതിനെ. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്മിനോറിയാണ്. രണ്ടും ഏതാണെന്ന് നമ്മൾ ഒരു ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. 2-3 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം. കുട്ടികളാവട്ടെ, നമ്മൾ അമ്മമാരോട് ഞാൻ പറയുകയാണ്, പെൺകുട്ടികളാണെങ്കിലും നിങ്ങളാണെങ്കിലും വെള്ളം നല്ല ധാരാളമായിട്ട് കുടിക്കുക. ഓക്കെ, ആവശ്യത്തിന് നിങ്ങൾക്ക് ഇത് ദാഹം ഉള്ളപ്പോൾ എന്തായാലും കുടിക്കുക. പിന്നെ കൂടുതലും എരിവും പുളിയൊക്കെ ഒന്ന് കുറച്ചിട്ട് ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ആവാതെ നോക്കുമ്പം ഈ വയറുവേദനയും കുറയലുണ്ട്. പിന്നെ കൂടുതൽ ഫൈബർ, ചിയ സീഡ്സ് പോലത്തെ ഫൈബർ, പിന്നെ ഇസബ്ഗോൾ അങ്ങനത്തെ ഒക്കെ ഫൈബറൈസ്ഡ് കഴിക്കുമ്പോഴും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലും ഈ മാർക്കറ്റിൽ ലഭിക്കുന്ന ഈ എന്താ പറയുക, പ്ലാസ്റ്റിക് പോലത്തെ, അതായത് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാഡ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വളരെ കുറവ് പൈസ ആയതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ഹീറ്റ് ജനറേറ്റ് ആയിട്ട് അവിടെ ആ ഒരു എന്താ പറയുക, ഒരു 5-6 മണിക്കൂർ 7-8 മണിക്കൂർ അവിടെ ആ പാഡ് വെച്ചിട്ടുള്ള ഒരു കുട്ടികളായിരിക്കും, മാറ്റാൻ പറ്റാതെ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ലൊരു കോട്ടൻ്റെ പാഡോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പീരിയഡ്സിൻ്റെ സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെ വളരെ ഇനി അടുത്ത കാലത്തൊക്കെ ഇത് കൂടുതലാവുകയാണെങ്കിൽ അതൊക്കെ ഇനി ഒരു 10-15 ഇയേഴ്സ് ആകുമ്പം ഈ ഫൈബ്രോയിഡ്സ് കാര്യങ്ങളും വേറെ എന്തൊക്കെയോ അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്തായാലും ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും എത്തിക്കാം. മെയിൻലി ഫീമെയിൽസിന് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. കൂടുതൽ വിവരം ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പോ ഇടാം. ഓക്കെ, നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.